കങ്കുവാ തനിക്ക് എന്തുവാ? ഞങ്ങളും ചോദിച്ചു. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാൻ. അത്രയും വേണോ സാർ? സ്ഥിരം പാസം ഒരു ചെറുക്കനു എനിക്ക് എന്താണ് എന്തിനാണ് എനിക്കവിടെ പേരത്തങ്ങോട്ട് വരും. കങ്കുവാണോ എന്തുവാ? അതാണ് ചോദിക്കുന്നത്. എന്തുവാ ഇത്? ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയും. തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കഥ പറയരുതെന്ന്. അവന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത്? ഇന്നലെ പാളിയത് പറയാൻ പറ്റുള്ളൂ. அது பாயிண்ட் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore அப்செட் பண்றீங்க? ஐயோ, അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. കാട്ടവരാത പടം എന്ന് പറഞ്ഞാൽ കാട്ടവരാത പടം. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? 480 രൂപ തന്നെ ടിക്കറ്റ്. 480. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസയാണ് 480 രൂപ. എനിക്ക് ആര് തരും? അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാർ? തമിഴ് ഫിലിം ഇൻഡസ്ട്രീസ് ആൻസർ ടു ബാഹുബലി ആൻഡ് KGF. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതുപോലൊരു മലങ്ങളുടെ ഇടക്കാലത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തര നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. ശരി, ഓക്കെ, താങ്ക് യു. സിനിമയില് തുടക്കം ഒരു പൊന്നോ ഒരു 20 മിനിറ്റ് വെറുപ്പിച്ചിട്ട് ദിശാ പട്ടാണിയും യോഗി ബാബുവും സൂര്യയും എല്ലാം കൂടെ മനുഷ്യനെ ഇട്ടിട്ട് എന്തൊരു വധ വരുന്നത്. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ? എന്റെ അടുത്ത് പെണ്ണ് ഉറങ്ങണ്. അടുത്ത ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഡിപ്രസ്ഡ് ആയ അവസ്ഥയല്ലോ. സൂര്യൻ ഇതുപോലെ വെറുപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. യോഗി ബാബും സൂര്യയും കൂടെയുള്ള ആദ്യത്തെ കുറച്ച് സമയം ഇറങ്ങിപ്പോവാൻ തോന്നിപ്പോയി. അതുപോലത്തെ വെറുപ്പിക്കല് എനിക്കും തോന്നിയത്. പദം പടം ഒന്നുമില്ല. പിന്നെ സൂര്യാന്തര നടൻ മാത്രം അയാളുടെ കഷ്ടപ്പാടിന് വേണ്ടി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. വക്കീല് പുലിയാലേട്ടാ. നമുക്കൊരു ആവറേജ് പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ അയ്യോ ഉറങ്ങുമായിരുന്നു. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. കൊള്ളൂല. വേസ്റ്റ് പടം. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും. പലയിടത്തും നടന്നിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, സിനിമയുടെ തുടങ്ങി കുറച്ചൊരു അരമണിക്കൂർ സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. Why are you disturbing my peace? നിർത്തണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡി സിഗ്നൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്. ഈ മാതിരി കഥകളുണ്ട് എന്റെ പടി കടന്നു പോരുത്. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ, അച്ഛൻ എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പൊ ഒരു കംബാക്ക് കൊടുക്കുന്ന പടമല്ല. കംബാക്ക് അല്ല ഇത്. കേറും തോന്നില്ല ബ്രോ. മാക്സിമം ഞാനൊരു സൂര്യ ഫാനാണ്. ഞാൻ മാക്സിമം നല്ല പ്രതീക്ഷ വന്നതാണ്. പക്ഷെ ശിവയുടെ സ്ക്രിപ്റ്റ് ശിവ വിശ്വസിക്കില്ല. കഷ്ടമായി പോയി. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കൊക്കെ കൊല്ലടാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മേഖല ഇതിന്റെ സ്ക്രിപ്റ്റ് പൊന്നോ പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ആണ്. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും എന്റെ ഈശ്വര. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.